നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറീനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് വാട്ട് യു മീൻ ബൈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി, ദെൻ റിസ്ക് അവേഷൻ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ആപ്ലിക്കേഷൻ ഓഫ് തിയറി, ക്രിറ്റിസിസം ഓഫ് ദ തിയറി ആൻഡ് ദ ലാസ്റ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എന്താണ് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ദിസ് ഈസ് എ തിയറി വിച്ച് എസ്റ്റിമേറ്റ്സ് ദ ലൈക്ലി യൂട്ടിലിറ്റി ഓഫ് ആൻ ആക്ഷൻ വെൻ ദർ ഈസ് അൺസർട്ടനിറ്റി എബൌട്ട് ദ ഔട്ട്കം. അതിലെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്കം അറിയാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഔട്ട്കത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ റാഷണലി എങ്ങനെ അത് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത്. അതായത് ലൈക്ലി യൂട്ടിലിറ്റി ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. ഔട്ട്കം അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ, അതായത് ഔട്ട്കം അൺസർട്ടനിറ്റി ആയി നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു യൂട്ടിലിറ്റി ഓഫ് ആൻ ആക്ഷൻ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനെയാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താണ്, ഔട്ട്കം ഷുവർ അല്ല, ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി. അതാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി. അതേപോലെ തന്നെ ഈ തിയറീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, അതായത് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ബേസ് ചെയ്ത് വരുന്ന എന്താണ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി. പിന്നെ അതുപോലെയുള്ള കുറച്ച് തിയറീസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തെടുക്കുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ എന്താണ്, ഔട്ട്കം അറിയില്ല, അൺസർട്ടനിറ്റി ആയിട്ട് നിൽക്കുകയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ബേസിക് സ്ലോഗൻ ഈസ് ചൂസ് ദ ആക്ട് വിത്ത് ദ ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. ഇതിൻ്റെ ബേസിക് സ്ലോഗൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ബേസിക് സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എന്ന് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, റിസ്ക് അവേഷൻ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. Risk aversion implies that the utility function of such investors is concave in nature and shows diminishing marginal wealth utility. The degree of risk aversion can be measured by the curvature of the utility function. It is argued that money and other consumable commodities have diminishing marginal utility. ഇതിലെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ നേച്ചർ അതെങ്ങനെയാണെന്ന് പറയുന്നത്, കോൺകേവ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആൻഡ് ഇറ്റ് ഷോസ് ഡിമിനിഷിങ് മാർജിനൽ വെൽത്ത് യൂട്ടിലിറ്റി. അതുപോലെ തന്നെ എന്താണ് മാർജിനൽ വെൽത്ത് യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അതും കൂടെ എന്തിൽ കാണിക്കുന്നുണ്ട്, റിസ്ക് അവേഷനിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ ഡിഗ്രി ഓഫ് റിസ്ക് അവേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ ദ കർവേച്ചർ ഓഫ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഡിഗ്രി ഓഫ് റിസ്ക് അവേഷൻ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, കർവേച്ചർ ഓഫ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. കർവേച്ചർ ഓഫ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഗ്രി ഓഫ് റിസ്ക് അവേഷൻ മെഷർ ചെയ്യുന്നത്. പിന്നെ അതിൽ പറയുന്നത് ആർഗ്യൂ ചെയ്യുന്നതാണ്, അതായത് മണി അതേപോലെ തന്നെ കൺസ്യൂമബിൾ കമ്മോഡിറ്റീസ്, ഇത് രണ്ടിലുമാണ് യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നത്, ഡിമിനിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. അത്തരം കാര്യങ്ങളാണ് റിസ്ക് അവേഷൻ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയണത്. Then next, the highlights of expected utility theory with the reference to loss aversion is as follows. Investors are consistently deviated to one side only from the point of view of prediction of risk neutral and base deviation out with risk aversion. There is no relevance with the loss aversion in the behavior of the investors. In expected utility theory, there is no implication of calibration theory. ഇതിൽ ലോസ് അവേഷനെ റെഫർ ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയിലെ ഹൈലൈറ്റ്സ് അതാണ് അവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ പ്രഡിക്ഷൻ ഓഫ് റിസ്ക് ന്യൂട്രൽ, അതായത് റിസ്ക് ന്യൂട്രലിൻ്റെ പ്രഡിക്ഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്ത് പോകുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ അതിൻ്റെ ബേസ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് അവേഷനാണ്. അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. അതായത് ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് പ്രഡിക്ഷൻ ഓഫ് റിസ്ക് ന്യൂട്രലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിവൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് അവേഷനാണ്. ദ നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയറിൽ ലോസ് അവേഷൻ എന്തില്ല, റെലവൻസ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ കാലിബ്രേഷൻ തിയറിയിൽ എന്തില്ല, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറിക്ക് ഒരു ഇംപ്ലിക്കേഷൻസും ഇല്ല. അത്രയും കാര്യങ്ങളാണ്
ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈപ്സ് ആണ്. The theory categorizes the investor into 3 types depending on their risk attitude. First, risk averse, second, risk seeker, then third, risk neutral. അതായത് റിസ്ക് ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ 3 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിസ്ക് അവേഴ്സ്, സെക്കൻഡ് വൺ റിസ്ക് സീക്കർ, ദെൻ തേർഡ് വൺ റിസ്ക് ന്യൂട്രൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിസ്ക് അവേഴ്സ് എന്താണെന്ന് നോക്കാം. A risk-averse investor is an investor who prefers lower returns with non-risk rather than higher returns with unknown risk. In other words, among various investments giving the same return with a different level of risk, the investor always prefers alternative with least interest. ഇതിലെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ റിസ്കുകളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ലോവർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഹയർ റിട്ടേൺ കിട്ടുന്നതായിരിക്കും, പക്ഷെ എന്താണ് ഹയർ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെയുള്ളത് ചൂസ് ചെയ്യില്ല. ഇവിടെ ഇൻവെസ്റ്റർ, ഈ ഒരു കേസിൽ ഇൻവെസ്റ്റർ ചൂസ് ചെയ്യുന്നത് ലോവർ റിട്ടേൺ വിത്ത് ലോവർ റിസ്ക് അല്ലെങ്കിൽ നോൺ റിസ്ക്. റിസ്കുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ലോവർ റിട്ടേൺ കിട്ടുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അതാണ് റിസ്ക് അവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക് സീക്കർ എന്താണെന്ന് നോക്കാം. An investor who is willing to take big risk to increase the potential return on investment. റിസ്ക് സീക്കർ എന്ന് പറയുന്നത് റിസ്ക് ലവിങ് എന്നും കൂടെ നമുക്ക് പറയാം. അതായത് ആ ഒരു ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റിസ്കിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക, കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ റിസ്ക് അല്ലെങ്കിൽ ബിഗ് റിസ്ക് ഉള്ളതായിരിക്കും എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് റിസ്ക് സീക്കർ അല്ലെങ്കിൽ റിസ്ക് ലവിങ് എന്ന് പറയുന്നത്. Then last, risk neutral, a situation in which an investor effectively ignores risk in making investment decision. Given two investments with different level of riskiness, a risk neutral investor considers only the expected return from each investment. As such, being risk neutral differs significantly from both risk aversion and risk seeking. Then risk neutral എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ്, റിസ്കിനെ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അവിടെ റിസ്ക് എന്താണ് എന്നുള്ളത് അവർ നോക്കുന്നില്ല, റിസ്കിനെ ഫുള്ളി അവോയ്ഡ് ചെയ്യുകയാണ്. ആ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്ററാണ് എന്തെന്ന് പറയുന്നത്, റിസ്ക് ന്യൂട്രൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 2 ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അവിടെ റിസ്ക് എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റിസ്ക്നെസ് ആണ്. എങ്കിൽ കൂടി എന്താണ്, റിസ്ക് ന്യൂട്രൽ ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ എന്തുമാത്രം കൺസിഡർ ചെയ്യുള്ളൂ, എക്സ്പെക്റ്റഡ് റിട്ടേൺ. ആ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സാണ് റിസ്ക് ന്യൂട്രൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് അവേഴ്സിൽ നിന്നും റിസ്ക് സീക്കറിൽ നിന്നും എന്താണ്, തികച്ചും ഡിഫറെൻ്റ് ആണ് റിസ്ക് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിസ്ക് അവേഴ്സാണ് പറഞ്ഞത്. റിസ്ക് അവേഴ്സിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റിസ്കുകളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ലോവർ റിട്ടേൺ ആയിരിക്കും എന്ത് ചെയ്യുക, കൂടുതലും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ ഹയർ റിട്ടേൺ കിട്ടുന്നതിന് ഹൈ റിസ്ക് ആയിരിക്കും, അപ്പോൾ അത് ചൂസ് ചെയ്യില്ല, നേരെ എന്തേ ചൂസ് ചെയ്യുള്ളൂ, ലോവർ റിട്ടേൺ വിത്ത് നോൺ റിസ്ക് അതായിരിക്കും ചൂസ് ചെയ്യുക. ദെൻ സെക്കൻഡ് പറഞ്ഞത് റിസ്ക് സീക്കറാണ്, അല്ലെങ്കിൽ റിസ്ക് ലവിങ് എന്ന് പറയാം. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റിസ്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, അപ്പോൾ കൂടുതൽ റിസ്ക് ഉള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ ബിഗ് റിസ്ക് ടു ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് റിസ്ക് കൂടുതൽ എടുക്കുമ്പോഴത്തേനും എന്താണ് അവിടെ റിട്ടേൺ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അവരവിടെ ചൂസ് ചെയ്യുന്നത് ഹയർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ റിസ്ക് ഉള്ള സംഭവങ്ങളായിരിക്കും എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ദ ലാസ്റ്റ് വൺ പറഞ്ഞത് റിസ്ക് ന്യൂട്രൽ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്ത് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഫുൾ ഇഗ്നോർ ചെയ്യണം. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ തിയറി. അതിൽ 2 ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി ഈസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. Second one, theory is used with reference to lottery as a financial instrument. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. When the decision maker chooses among various risky or uncertain options by comparing their expected utility with respect to his need. Expected utility is calculated by taking the weighted sum of all options, that is obtained by adding the utility values of outcomes multiplied by the
റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി. ഇതിലെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നീഡ്സ്, അതായത് ഒരു ഇൻവെസ്റ്ററിൻ്റെ നീഡ്സൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നീഡ്സൊക്കെ നോക്കിയിട്ട് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റീസ് എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഒരു റിസ്കി അല്ലെങ്കിൽ ഒരു അൺസർട്ടൈൻ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ അവിടെ എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി യൂസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ, അതായത് വേരിയസ് റിസ്കി അല്ലെങ്കിൽ അൺസർട്ടൈൻ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്തെടുക്കുന്നത്? ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കർ എന്തെടുക്കുന്നത്? ഡിസിഷൻ എടുക്കുന്നത്. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ weighted sum of all options that is obtained by adding the utility values of outcomes multiplied by their respective probability. അതായത് ഇവിടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് വെയ്റ്റഡ് സം ഓഫ് ഓൾ ഓപ്ഷൻസ്, അതായത് എന്ത് ചെയ്യണം? വെയ്റ്റഡ് സമ്മാണ് എടുക്കേണ്ടത്. അതായത് യൂട്ടിലിറ്റി വാല്യൂ ഓഫ് ഔട്ട്കംസ് എല്ലാം ആഡ് ചെയ്ത് ദെൻ അതിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു വെയ്റ്റഡ് സം ഓഫ് ഓൾ ഓപ്ഷൻ, ആ ഓപ്ഷൻസിൽ നിന്ന് എല്ലാം എന്ത് കിട്ടും? ഒരു വെയ്റ്റഡ് സം കിട്ടും. അത് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ വെയ്റ്റഡ് സം ഓഫ് ഓൾ ഓപ്ഷൻ. എല്ലാ ഓപ്ഷൻ്റെയും സമ്മ് അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യണത്. ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ adding the utility values of outcomes multiplied by their respective probability. അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ആ ഒരു വെയ്റ്റഡ് സം ഓഫ് ഓൾ ഓപ്ഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഔട്ട്കംസ് ഉണ്ടായിരിക്കും, അതായത് യൂട്ടിലിറ്റി വാല്യൂസ് ഓഫ് ഔട്ട്കംസ് എല്ലാം ആഡ് ചെയ്ത് ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ദർ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി, അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന അതിൽ നിന്നാണ് വെയ്റ്റഡ് സം ഓഫ് ഓൾ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പറയുന്നത് തിയറി ഈസ് യൂസ്ഡ് വിത്ത് റെഫറൻസ് ടു ലോട്ടറി ആസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. Lottery can be defined as a probability distribution over non-finite set of income outcome in the form of amount of money. Each of these outcomes have a probability attached to it. There cannot be a probability that the outcome of lottery is another lottery. This is defined as compound lotteries. അതായത് ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറയാം. അതായത് ഓരോ ലോട്ടറിക്ക് എന്താണ്? ഒരു സെയിം ഔട്ട്കം അല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോബബിലിറ്റിയാണ്. നോൺ ഫിനിറ്റ് സെറ്റ് ഓഫ് ഔട്ട്കത്തിനെക്കാട്ടിലും എന്താണ് അവിടെ? ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണെന്ന് നമുക്ക് പറയാം ലോട്ടറിയുടെ കേസിൽ. ഈച്ച് ഓഫ് ദീസ് ഔട്ട്കം ഹാവ് എ പ്രോബബിലിറ്റി അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതായത് ഓരോന്നിനോടും എന്താണ്? ഓരോ ഔട്ട്കത്തിനോടും എന്താണ്? പ്രോബബിലിറ്റിയാണ്, അതായത് ചാൻസ് ആണ്. ദെൻ അതിൽ പറയുന്നത് കോമ്പൗണ്ട് ലോട്ടറി എന്താണെന്ന് പറയുന്നുണ്ട്. ദ കനോട്ട് ബി എ പ്രോബബിലിറ്റി ദാറ്റ് ദ ഔട്ട്കം ഓഫ് ദ ലോട്ടറി ഈസ് അനദർ ലോട്ടറി. അതായത് ഒരു ലോട്ടറിയുടെ ഔട്ട്കം എന്താണ്? മറ്റൊരു ലോട്ടറിയുടെ ഔട്ട്കം ആണ് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എന്താണ്? ചാൻസ് ആണ്, പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ലോട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ തിയറി ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, to construct the utility functions on lotteries, the assumptions that are made are completeness, transitivity, continuity, monotonicity, substitution. അതായത് ലോട്ടറീസിൽ നമ്മൾ യൂട്ടിലിറ്റി ഫങ്ഷൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന അസംഷൻസ് ആണ് പറയുന്നത്. ഒരു 5 അസംഷൻസ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് കംപ്ലീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്നെസ്സിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രിഫറൻസ് ഫോർ ഇൻഡിവിജ്വൽ ഇൻ റാങ്കിങ് ലോട്ടറീസ്. അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഫോർ ഇൻഡിവിജ്വൽ റാങ്കിങ് ലോട്ടറീസിനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ദ പ്രിഫറൻസ് എമംഗ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ ഓപ്പൺ ഫോർ ട്രാൻസിഷൻ ഓൺ ഈച്ച് അതർ. ഓരോന്നിലും ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. അതിനെയാണ്, അല്ലെങ്കിൽ ആ ഓപ്പൺ ചെയ്യുന്ന ഡിഫറൻസ് ഓപ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂറ്റി. ഇറ്റ് മീൻസ് ദ അപ്പർ ആൻഡ് ലോവർ ഔട്ട്ലൈൻ സെറ്റ് ഓഫ് റെഫറൻസ് റേഞ്ച് ഓവർ ലോട്ടറീസ് ആർ ക്ലോസ്ഡ്. അതിനെയാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് റെഫറൻസ് റേഞ്ച് ഉണ്ടായിരിക്കും ലോട്ടറീസിന്, അതായത് അപ്പർ ആൻഡ് ലോവർ, ദാറ്റ് ഇസ് ക്ലോസ്ഡ്. അതിനെയാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്
മൊണോട്ടോണിസിറ്റി എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രിഫേർഡ് ഔട്ട്കം, ഹയർ പ്രോബബിലിറ്റി ഉള്ള ഒരു പ്രിഫേർഡ് ഔട്ട്കം ചൂസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് എന്തായിരിക്കും, ലോവർ പ്രോബബിലിറ്റിയിലുള്ള ഔട്ട്കം അല്ലെങ്കിൽ ലോവർ പ്രോബബിലിറ്റി ഉള്ള പ്രിഫേർഡ് ഔട്ട്കം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മൊണോട്ടോണിസിറ്റി എന്ന് പറയുന്നത്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it suggests that the outcome of two different lotteries with same probability can be substituted by each other. അതായത് സെയിം പ്രോബബിലിറ്റിയിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ലോട്ടറീസിൻ്റെ ഔട്ട്കം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേരിയസ് അസംഷൻ ആയിട്ട് പറയുന്നത് ഒരു 5 പോയിൻറ്റ്സ്: കംപ്ലീറ്റ്നെസ്, ട്രാൻസിറ്റിവിറ്റി, കണ്ടിന്യൂറ്റി, മൊണോട്ടോണിസിറ്റി, ദെൻ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ നെക്സ്റ്റ് ക്രിറ്റിസിസം ഓഫ് ദ തിയറി. അതായത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറീനെ ബേസ് ചെയ്ത് വരുന്ന ക്രിറ്റിസിസംസ് ആണ്. അവിടെ ഒരു 6 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിൻറ്റ്: ദ കോൺകേവിറ്റി ഓഫ് ദ യൂട്ടിലിറ്റി ഓഫ് വെൽത്ത് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺലി സഫിഷ്യൻറ്റ് ബട്ട് ഓൾസോ നെസസറി ടു എക്സ്പ്ലെയിൻ ദ റിസ്ക് അവേഷൻ ഇൻ ഡിസിഷൻ മേക്കേഴ്സ്. അതായത് യൂട്ടിലിറ്റി ഓഫ് വെൽത്ത് ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് അല്ല, പക്ഷെ എന്താണ്, ഡിസിഷൻ മേക്കേഴ്സിൻ്റെ റിസ്ക് അവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്രിറ്റിസിസമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് വെൽത്ത് ഈസ് ദ സോൾ എക്സ്പ്ലനേഷൻ ഫോർ റിസ്ക് അവേഷൻ. യൂട്ടിലിറ്റി ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് അവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സോൾ എക്സ്പ്ലനേഷൻ മാത്രമാണെന്നാണ് പറയുന്നത്. അതായത് റിസ്ക് അവേഷന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇതാണ് എന്ത്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. Expected utility theory explains systematic one-sided deviation from the predictions of risk-neutral models because of the beliefs that the theory has not have given right explanation of risk attitude over model states of investors in different asset class. അപ്പോൾ ഇതാണ് തേർഡ് പോയിൻ്റ്. എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആണ്, പക്ഷെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസ് എന്താണെന്ന് പറഞ്ഞത്, ആ ഡീവിയേഷൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണെന്ന് പറഞ്ഞു. ആ ഒരു പോയിൻ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ പറയുന്ന നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് നോട്ട് ഹാവ് ഗിവൺ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓവർ മോഡൽ സ്റ്റേറ്റ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്. അതായത് ഒരു റൈറ്റ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, റിസ്ക് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു റൈറ്റ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത്രയും പോയിൻറ്റ്സാണ് തേർഡ് പോയിൻറ്റിൽ പറഞ്ഞേക്കുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ആണ്, വൺ സൈഡ് ഡീവിയേഷൻ ഫ്രം ദി പ്രഡിക്ഷൻസ് ഓഫ് റിസ്ക് ന്യൂട്രൽ മോഡൽസ്, ദെൻ ഇറ്റ് നോട്ട് ഹാവ് ഗിവൺ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓവർ മോഡൽ സ്റ്റേറ്റ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്. അപ്പം തേർഡ് പോയിൻറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിൻറ്റ്: ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ദെൻ ദേ ആർ നോട്ട് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റിസ്ക് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല, യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ് എന്ത് ചെയ്യേണ്ടില്ല, എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതാണ് ഫോർത്ത് ക്രിറ്റിസിസമായിട്ട് പറയണത്. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്: ലോസ് അവേഷൻ ആൻഡ് ടെൻഡൻസി ടു ഡിഫറൻഷിയേറ്റ് ഈച്ച് ചോയ്സ് മസ്റ്റ് ബി എ കീ കമ്പോണൻറ്റ് ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിസ്ക് ആറ്റിറ്റ്യൂഡ്. അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിസ്ക് ആറ്റിറ്റ്യൂഡിൻ്റെ കീ കമ്പോണൻസ് ആണ് ലോസ് അവേഷനും ടെൻഡൻസി ടു ഡിഫറൻഷിയേറ്റ് ഈച്ച് ചോയ്സും. ഇത് രണ്ടുമാണ് റിസ്ക് ആറ്റിറ്റ്യൂഡിൻ്റെ കീ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്റാണ് ഫിഫ്ത്ത് ക്രിറ്റിസിസമായിട്ട് പറയണത്. ദെൻ സിക്സ് പോയിൻറ്റ്: ദർ ഈസ് lack of clarification on decision theory developed on the basis of expected utility theory. അതായത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറീനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിസിഷൻ തിയറിയിലെ ക്ലാരിഫിക്കേഷൻസ് കുറവാണ് എന്നാണ് പറയണത്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട് എന്നാണ് പറയണത്. അതാണ് ലാസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 പോയിൻറ്റ്സ് ആണ് ക്രിറ്റിസിസം ഓഫ് ദ തിയറി ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. അതായത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റീനെ ബേസ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് മോഡൽസ് ആണ്. 3 ടൈപ്സ് ഓഫ് മോഡൽസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ടോട്ടൽ വെൽത്ത്, സെക്കൻഡ് വൺ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം മോഡൽ, ദെൻ ദർ ഈസ് അനദർ മോഡൽ ഓൾസോ കോൾഡ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഇനീഷ്യൽ വെൽത്ത് മോഡൽ. ഇത് 3 എണ്ണമാണ് മോഡൽസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഇനീഷ്യൽ വെൽത്ത് മോഡൽ എന്താണെന്ന് നോക്കാം. This model is the general model which assumes that
Prices are ordered pairs of amount of initial wealth and income. Indifference curve for this model are parallel straight lines, therefore it is more or less an expected utility model. The arrow-path theory of comparative risk aversion can be applied to this model. അതായത് ഈ ഒരു മോഡൽ എന്ന് പറയുന്ന ഒരു ജനറൽ മോഡലാണ്. ഇവിടെ എങ്ങനെയാണ് പ്രൈസസ് അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെൽത്ത് ആൻഡ് ഇൻകത്തിൻ്റെ എമൗണ്ട്സിൻ്റെ ഓർഡേർഡ് പേഴ്സാണ് ഇവിടെ പ്രൈസായിട്ട് എന്ത് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാരലൽ സ്ട്രെയിറ്റ് ലൈനാണ്. ദെൻ therefore it is more or less an expected utility model. ദെൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ എന്ന് പറയുന്നത് ദ ആരോ-പാത്ത് തിയറി ഓഫ് കമ്പാരിറ്റീവ് റിസ്ക് അവേഷൻ. ആരോ-പാത്ത് തിയറി ഓഫ് കമ്പാരിറ്റീവ് റിസ്ക് അവേഷൻ എന്തായിട്ട് നമുക്ക് സാധിക്കും, ഈ ഒരു മോഡലിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡലിൽ പറയുന്നത്, അതായത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഇനീഷ്യൽ വെൽത്ത് മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് EUI മോഡൽ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം. Expected utility of income model is based on the assumptions that are the prices are amount of income. The UI model is mostly used in the theory of auctions. It is also explains that indifference curve for this model are parallel straight line whose slope is independent of initial wealth. അതായത് ഇവിടെ നമ്മൾ പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഇൻകം, അതായത് ഇൻകത്തിൻ്റെ എമൗണ്ട്സിനെയാണ് നമ്മളിവിടെ പ്രൈസായിട്ട് അസ്യൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ മോഡൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് തിയറി ഓഫ് ഓപ്ഷൻസിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഹൂസ് സ്ലോപ്പ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ വെൽത്ത്. അതായത് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ വെൽത്ത് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ EUI മോഡലിൽ പറയുന്നത്. അതായത് അതിൻ്റെ പ്രൈസ് നമ്മൾ പ്രൈസായിട്ട് അസ്യൂം ചെയ്യുന്നത് ഇൻകത്തിൻ്റെ എമൗണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ മോഡൽ അധികവും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് തിയറി ഓഫ് ഓപ്ഷൻസിലായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഹൂസ് സ്ലോപ്പ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ വെൽത്ത്. അതാണ് EUI മോഡലിൽ പറയുന്നത്. ദ ലാസ്റ്റ് തേർഡ് മോഡൽ ഈസ് EUTW, that is expected utility of total wealth. This model is based on the assumptions that gains are amount of terminal wealth. This model was first used by Arrow and Pratt in their study, in which they developed the measures for comparing attitudes of agents. This is commonly used in theoretical and empirical purpose on various topics. It helps to explain some essential distinction among various models. To briefly review the familiar triangle diagram representation of indifference curve for simple gambles. The indifference curve shows a parallel straight line because expected utility function is linear in probabilities. Higher risk aversion represents steeper slope of indifference curves. Thus, if expected utility function shows absolute risk aversion, then the slope of indifference curve depends on total amount of initial wealth. Okay, അതാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ടോട്ടൽ വെൽത്തിൽ പറയുന്നത്. അതായത് ടെർമിനൽ വെൽത്തിൻ്റെ എമൗണ്ട്സിൽ വരുന്ന ഗെയിൻസ് അതിൻ്റെ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ വരുന്നത്. അതേപോലെ തന്നെ ഈ മോഡൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരോ ആൻഡ് പ്രാറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദ സ്റ്റഡി ദ ഡെവലപ്പ് ദ മെഷർ ഫോർ കമ്പയറിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഏജൻസ്, അതായത് ഏജൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു സംഭവം. അതേപോലെ തന്നെ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് തിയറിറ്റിക്കൽ ആൻഡ് എംപറിക്കൽ പേപ്പർ വർക്കേഴ്സൊക്കെ, അതായത് വേരിയസ് ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്ന എംപറിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ പേപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതധികവും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വേരിയസ് മോഡൽസിൽ വരുന്ന എസെൻഷ്യൽ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരിക്കും. അത് ബ്രീഫ്ലി റിവ്യൂ ചെയ്യാനായിട്ടൊരു ട്രയാങ്കിൾ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഈസ് ലീനിയർ ഇൻ പ്രോബബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിഫറൻസ് കർവ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഹയർ റിസ്ക് അവേഷൻ റെപ്രസെൻറ്റ് സ്റ്റീപ്പർ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അതായത് ഹയർ റിസ്ക് അവേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്
ആ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്യാനായിട്ട് കാണിക്കും, സ്റ്റീപ്പായിട്ട് കാണിക്കും. Thus, if expected utility function shows absolute risk aversion, then the slope of indifference curve depends on total amount of initial wealth. അതായത് ഇപ്പോൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്താണ്, ആ ഒരു അബ്സല്യൂട്ട് റിസ്ക് അവേഷൻ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്, ഇനീഷ്യൽ വെൽത്തിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഒരു അബ്സല്യൂട്ട് റിസ്ക് അവേഷൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇനീഷ്യൽ വെൽത്ത്, ആ ടോട്ടൽ ഇനീഷ്യൽ വെൽത്തിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പറയുന്ന എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ടോട്ടൽ വെൽത്ത് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 മോഡൽസാണ് പറഞ്ഞത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഇനീഷ്യൽ വെൽത്ത് മോഡൽ, സെക്കൻഡ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഇൻകം മോഡൽ, ദെൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ടോട്ടൽ വെൽത്ത്.